ഇതെന്തു പറ്റി? അച്ഛ, എന്തു പറ്റി? അച്ഛൻ കിടക്കുന്നില്ലേ? അച്ഛന് ക്ഷീണം വല്ലതുണ്ടോ? പ്രായം കൂടി വരുമ്പോൾ മനസ്സിനും ശരീരത്തിനും ഒക്കെ ക്ഷീണവും കൂടും. എന്തായാലും അടുത്ത ദിവസം നമുക്ക് ഡോക്ടറെ ഒന്ന് കാണണം. ഒരു ചെക്കപ്പിനുള്ള സമയമായില്ലേ? ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അച്ഛൻ എന്തു പറ്റി? ഒരു നിരാശ ബാധിച്ചവരെ പോലെ സംസാരിക്കുന്നു. അച്ഛൻ ഈ മരുന്ന് കഴിക്കും. ഞാൻ ഇപ്പൊ തന്നെ ആ ഡോക്ടറെ വിളിച്ച് നാളത്തേക്ക് ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കാം. ഇനി എന്തായാലും വെച്ച് താമസിപ്പിക്കണ്ട. നന്ദൻ നിന്നോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? നന്ദേട്ടൻ എന്നോട് പറഞ്ഞത് എന്തെങ്കിലും അച്ഛൻ അറിഞ്ഞിട്ടാണ് ഈ ചോദിക്കുന്നത്. അതിലും നല്ലതല്ലേ ഇഷ്ടമുള്ള രണ്ടുപേര് തമ്മിൽ കുറച്ചു നാളെങ്കിലും ഒരുമിച്ച് ജീവിക്കുന്നത്. ഇക്കാര്യം നന്ദേട്ടൻ സന്ധ്യ ഡോക്ടറോട് സംസാരിച്ചോ? സംസാരിച്ചു. ആദ്യ സന്ധ്യ സമ്മതിച്ചില്ല. ഞാൻ ഒരുപാട് നിർബന്ധിച്ചപ്പോഴാണ് അവളത് സമ്മതിച്ചത്. നീ എന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ ചോദിച്ചത് നീ കേട്ടില്ലേ? എന്നോടൊന്നും പറഞ്ഞിട്ടില്ല അച്ഛാ. അവനെന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൻ ആദ്യം അത് പറയുന്നത് നിന്നോടാണല്ലോ. പ്രധാനപ്പെട്ട എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ എന്നോട് പറയാറുണ്ട്. പക്ഷെ ഈ അടുത്തൊന്നും നന്ദേട്ടൻ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. നന്ദേട്ടൻ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് ആരെങ്കിലും അച്ഛനോട് പറഞ്ഞോ? ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ ആരും ഒന്നും പറയണമെന്നില്ല. പ്രായം കൊണ്ടും പിന്നെ അനുഭവ പരിചയം കൊണ്ടും പിന്നെ അയാളുടെ പെരുമാറ്റത്തിലെ മാറ്റങ്ങൾ കൊണ്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എനിക്കങ്ങനെ മനസ്സിലാക്കാനുള്ള കഴിവൊന്നുമില്ല. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞോ അത് മനസ്സിലാവും.